ഹായ് എവ്രിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ മെത്തേഡിൽ കൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോവാണ്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ കൂടെയാണ് ഇന്ന് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് SMP. ഓക്കെ, സെൻറ്റൻസ് മേക്കിംഗ് പ്രോസസ്സ്. ഏതെങ്കിലും ഒരു കോർ ഏരിയ നമ്മൾ എടുക്കും, ആ ഏരിയയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സെൻറ്റൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഓരോ ഏരിയകൾ എടുത്ത് അതിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പിൽ എങ്ങനെയൊക്കെ സെൻറ്റൻസസ്, ചോദ്യങ്ങളായിട്ടും ഉത്തരങ്ങളായിട്ടും സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടൊക്കെ എങ്ങനെയാണ് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അത്യാവശ്യം ബേസിക് ലെവലിലുള്ളവർക്കും അവരുടെ ലാംഗ്വേജിനെ അടുത്ത ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഓരോ സെൻറ്റൻസസും എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബുക്കും പേരും കൂടി കയ്യിലെടുക്കാൻ പറ്റണമെങ്കിൽ നല്ലതാണ്. നമ്മൾ പറയുന്ന ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറും എഴുതിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് പുതിയ ഒരുപാട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരം വൈകാണ്ട് പെട്ടെന്ന് നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലേൺ ഇംഗ്ലീഷ് പഠിക്കുക എന്നൊരു ഏരിയയിലാണ്. ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തുമാത്രം സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സെൻറ്റൻസ് മേക്കിംഗ് പ്രോസസ്സിലൂടെ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സെൻറ്റൻസസും പെട്ടെന്ന് എഴുതിയെടുത്തു, പെട്ടെന്ന് എൻ്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ആദ്യം തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡിയാണോ, അല്ലെങ്കിൽ നീ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണോ? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുക? ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഓക്കെ, നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡിയാണോ? എങ്ങനെ ചോദിക്കുക? ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡിയാണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. എങ്ങനെ? ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി നീ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണോ എന്ന് എങ്ങനെ ചോദിക്കുക? ആർ യു റെഡി ടു ലേൺ ഇംഗ്ലീഷ്? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ആർ യു റെഡി ടു ലേൺ ഇംഗ്ലീഷ്. ഇനി നീ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ റെഡിയാണോ എന്ന് എങ്ങനെ ചോദിക്കുക? ആർ യു റെഡി ടു ടീച്ച് ഇംഗ്ലീഷ്? ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിച്ചു. എങ്ങനെയാണ്? ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? ആർ യു റെഡി ടു ലേൺ ഇംഗ്ലീഷ്? ആർ യു റെഡി ടു ടീച്ച് ഇംഗ്ലീഷ്? ഓക്കെ, ഇനി നമ്മൾ പറയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡിയാണ് എന്ന് പറയാണ്. എങ്ങനെ പറയാം? ഐ എം റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും പറയാം. ഐ എം റെഡി ടു ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറയാം. ഐ എം റെഡി ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറയാം. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഐ എം റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ, സംസാരിക്കാൻ റെഡിയാണ് എന്ന് പറയാം. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡിയല്ല, എനിക്ക് എൻ്റെ മാതൃഭാഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയാണ്. എങ്ങനെയാണ്? ഐ എം നോട്ട് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെയാണ് പറയാം? ഐ എം നോട്ട് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഐ എം നോട്ട് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി നമ്മൾ പറയുകയാണ് ഞാൻ മുന്നേ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആയിരുന്നു, ഇപ്പോൾ റെഡിയല്ല. മുൻപ് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, മുന്നേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആയിരുന്നു എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെ പറയാം? ഐ വാസ് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വാസ് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ പറയാണ് ഇനി ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ റെഡി ആവാം. ഇപ്പം ഞാൻ റെഡിയല്ല, ഞാൻ ആവാം, ഫ്യൂച്ചറിലാവാം, അല്ലെങ്കിൽ നാളെ മുതലാകാം, അടുത്ത ദിവസം മുതലാകാം എന്ന് പറയാണ്. എങ്ങനെ പറയാം? ഐ വിൽ ബി റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെ പറയാം? ഐ വിൽ ബി റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഈ ഐ വിൽ ബിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാ. എങ്ങനെ? ഐ വിൽ ബി. ഓക്കെ, ഐ വിൽ ബി റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. നമ്മൾ 4 പഠിച്ചു. ഐ എം റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം നോട്ട് റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. I was ready to speak English. I will be ready to speak English. Ready? ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പം ഞാൻ പറയുകയാണ് അതെ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെ പറയാം? യെസ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെയാണ് പറയാ? യെസ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അല്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നോ ഐ ഡോണ്ട് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെയാ പറയാ? നോ ഐ ഡോണ്ട് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ 2 ഉത്തരമാണ് നമ്മൾ അതിന് കൊടുത്തത്. എന്താ? യെസ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? നോ ഐ ഡോണ്ട് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാണ് ഞാൻ മുമ്പ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ പോലെ മുൻപ് ഞാൻ ഇംഗ്ലീഷിൽ പുലിയായിരുന്നു. അതിനർത്ഥം എന്താ? ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ പുലിയല്ല എന്ന് പറയും ചില ആളുകൾ. എങ്ങനെ പറയാം? ഐ യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഞാൻ മുമ്പ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കായിരുന്നു. ഐ യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഓക്കെ, ഞാൻ മുൻപ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കായിരുന്നു. അതിനർത്ഥം എന്താ? ഇപ്പം എനിക്ക് എവിടെയോ
ഇംഗ്ലീഷിൽ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. എങ്ങനെ പറയാ? ഐ യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇനി നമ്മൾ പറയാണ് പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പറയാം ഐ റിയലി ലവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ റിയലി ലവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് പറയാണ്. ഇങ്ങനെ പറയാം ഐ റിയലി ലവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി നമ്മൾ പറയാണ് എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. നമ്മുടെ ഒരു കഴിവിനെ കുറിച്ചിട്ട് പറയാണ്. എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയാണ്. എങ്ങനെ പറയാം? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഓക്കെ, ഇനി ഞാൻ പറയാണ് എനിക്ക് അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും, അതും എൻ്റെ ഒരു കഴിവാണ്. എങ്ങനെ പറയാം? ഐ ക്യാൻ സ്പീക്ക് ടു ഹിം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഐ ക്യാൻ സ്പീക്ക് ടു ഹിം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിവിനെ കുറിച്ച് പഠിച്ചു. എങ്ങനെയാണ്? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞെന്താ? ഐ ക്യാൻ സ്പീക്ക് ടു ഹിം ഇൻ ഇംഗ്ലീഷ്, എനിക്ക് അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ പറയാണ് എനിക്ക് അവരോട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരാൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, ഇവിടെ ഒരാൾക്ക് അറിയുന്നത് മലയാളം മാത്രമാണ്. അപ്പോൾ പറയാണ് എനിക്ക് അവരോട് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ കേട്ടോ എന്ന് പറയാണ്. എങ്ങനെ പറയാം? ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് ഫോർ ദം ഇൻ ഇംഗ്ലീഷ്. ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് ഫോർ ദം ഇൻ ഇംഗ്ലീഷ്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറയാണ്. എങ്ങനെ? ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് ഫോർ ദം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു, ഐ ക്യാൻ സ്പീക്ക് ടു ഹിം ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു, ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് ഫോർ ദം ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഓക്കെ, 3 ഏരിയയിൽ നമ്മുടെ കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഓക്കെ, നമ്മുടെ പഴയ കാലഘട്ടങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയും അല്ലേ? എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എങ്ങനെ പറയാം? I couldn't speak English in my school days. Okay, I couldn't speak English in my school days. Okay, എൻ്റെ ഒന്നുകൂടെ പറഞ്ഞേ, I couldn't speak English in my school days. ഇനി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് പകരം നമ്മൾ പറയണം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയണം. എങ്ങനെ പറയാം? I couldn't learn English in my school days. Okay, എങ്ങനെ പറയാം? I couldn't learn English in my school days. Okay, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ? I couldn't speak English in my school days എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? I couldn't learn English in my school days. ഓക്കെ, നമ്മൾ അവിടെ കഴിഞ്ഞിരുന്നില്ല, മുൻപ് സാധിച്ചിരുന്നില്ല എന്നൊരു കാര്യം പറയാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വേർഡ് എന്താണ്? couldn't എന്ന് പറയുന്ന ഒരു വേർഡാണ് couldn't. ഓക്കെ, I couldn't. ഓക്കെ, could പ്ലസ് നോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? couldn't എന്ന് പറയാം. ഓക്കെ, I couldn't speak English in my school days എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെ? I couldn't learn English in my സ്കൂൾ ഡേയ്സ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി, എനിക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി, വളരെ ഈസി ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ പറയാം ഐ കുഡ് ഈസിലി ഡെവലപ്പ് മൈ ഇംഗ്ലീഷ് സ്കിൽസ്. ഓക്കെ, ഇങ്ങനെ പറയാം ഐ കുഡ് ഈസിലി ഡെവലപ്പ് മൈ ഇംഗ്ലീഷ് സ്കിൽ. എനിക്ക് ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ ആ സ്കില്ല് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്ന് പറയുകയാണ്. എങ്ങനെ? ഐ കുഡ് ഈസിലി ഡെവലപ്പ് മൈ ഇംഗ്ലീഷ് സ്കിൽസ്. ഓക്കെ, ഐ കുഡ് ഈസിലി ഡെവലപ്പ് മൈ ഇംഗ്ലീഷ് സ്കിൽ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. ഒരാളോട് നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ എന്ന് പറയാണ്. ഇങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. എങ്ങനെ? ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലേക്കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആക്സൻ്റൊക്കെ. ധൈര്യമായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരാം കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഗ്രൂപ്പ് ക്ലാസ്സസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിൽ എത്തിക്കും എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഒരുമിച്ച് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് മുന്നേറാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞേ? ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഇനി നമ്മൾ ചോദിക്കുകയാണ് എന്നൊന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ? എങ്ങനെ ചോദിക്കുക? ക്യാൻ യു ടീച്ച് മീ ഇംഗ്ലീഷ്? ക്യാൻ യു ടീച്ച് മീ ഇംഗ്ലീഷ്? ഓക്കെ, എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ ചോദിക്കുക? ക്യാൻ യു ടീച്ച് മീ ഇംഗ്ലീഷ്? ക്യാൻ യു ടീച്ച് മീ ഇംഗ്ലീഷ്? എൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പഠിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. എന്താണ്? ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ് എന്നും പറയാം, ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ് എന്നും പറയാം. ഇനി നിങ്ങൾക്ക് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാം ക്യാൻ യു ടീച്ച് മീ
ഇംഗ്ലീഷ് എന്തും ചോദിക്കാം. എൻ്റെ സഹോദരൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. എൻ്റെ സഹോദരൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ അത്ര പോരാ. പക്ഷെ ഞാൻ പറയണം എൻ്റെ സഹോദരൻ, എൻ്റെ ബ്രദർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയണം. എങ്ങനെ പറയാം? മൈ ബ്രദർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. മൈ ബ്രദർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. എങ്ങനെ പറയാം? മൈ ബ്രദർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. എൻ്റെ അച്ഛൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെ പറയാം? മൈ ഫാദർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. ഓക്കെ, മൈ ഫാദർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്പീക്കിൻ്റെ കൂടെ നമ്മൾ ഒരു എസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഡെയിലി റൊട്ടീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഒരു ലെസൺ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഐ ബട്ടണിൽ അത് കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളവിടെ എസും ഇയേഴ്സ് ഒക്കെ ആഡ് ചെയ്യണത് നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാം, തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ ഒപ്പം ഹി ഷീ ഇറ്റിൻ്റെ ഒപ്പം നമ്മൾ എസ് ഇയേഴ്സ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു കാര്യം, ഒരു ഹബിച്വൽ ആക്ഷൻ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആഡ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് my father speaks English very well, my mother speaks English very well, my brother speaks English very well എന്ന്. ഓക്കെ, ഇത് നമ്മൾ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്ന് പറയണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളതാണ്. അപ്പോൾ പറയാണ് I will learn English because I like to learn it. Okay, I will learn English because I like to learn it. Okay, I will learn English because I like to learn it. Okay, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്ന് പറയണം. ഇനി നമ്മളൊരു ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. വാട്ട് ആർ യു ഡൂയിങ് നൗ? ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് നൗ? നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? വാട്ട് ആർ യു ഡൂയിങ് നൗ? ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് നൗ. ഓക്കെ, ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയണേ? I am learning English now. ഓക്കെ, ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ കണക്ട് ചെയ്തിട്ട് പറയാം. ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയണം എന്ത്? ഐ എം ലേണിംഗ് ഇംഗ്ലീഷ് നൗ. ഓക്കെ, ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് നൗ. ഇനി നമ്മൾ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സമയമുണ്ട്. ഓക്കെ, കുറേ ആൾക്കാർ പറയും ഇംഗ്ലീഷ് പഠിക്കാൻ സമയമില്ല എന്ന്. നമ്മുടെ കോച്ചിങ്ങിലൊക്കെ നമ്മൾ 20-25 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി എന്ന് പറയും. പേഴ്സണൽ കോച്ചിങ് ആണ്, ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. ചില ആളുകൾക്ക് സമയമില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ സമയം കണ്ടെത്തും. അപ്പോൾ നമ്മൾ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സമയമുണ്ട് എന്ന് പറയാണ്. ഓക്കെ, ഐ ഹാവ് ടൈം ടു ലേൺ ഇംഗ്ലീഷ്. ഐ ഹാവ് ടൈം ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സമയമുണ്ട് എന്ന് പറയണം. ഇത് നമ്മൾ പറയണം എനിക്ക് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സമയമുണ്ട്. ഓക്കെ, ഒരാൾ പറയണം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മസ്റ്റായിട്ടും ഒരു ഗുരു പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും എനിക്ക് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സമയമുണ്ട് എന്ന് പറയും. എങ്ങനെ പറയാം? ഐ ഹാവ് ടൈം ടു ടീച്ച് യു ഇംഗ്ലീഷ്. ഓക്കെ, ഐ ഹാവ് ടൈം ടു ടീച്ച് യു ഇംഗ്ലീഷ്. ഓക്കെ, എനിക്ക് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സമയമുണ്ട്. ഐ ഹാവ് ടൈം ടു ടീച്ച് യു ഇംഗ്ലീഷ്. ഇത് നമ്മൾ പറയണം എനിക്കൊരു ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ പറയാം I want to learn English. Okay, I want to learn English. നമ്മൾ പറയുന്നത് അവൻ ഇംഗ്ലീഷ് പഠിക്കണം. He wants to learn English. Okay, നമ്മൾ രണ്ട് സെന്റൻസ് ഒരുമിച്ച് കണക്ട് ചെയ്ത് പറയണേ. ഒന്ന് I want to learn English, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഓക്കെ, ഇനി അവൻ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയാണ്. എങ്ങനെ? He wants to learn English. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തേ? I want to learn English, he wants to learn English. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, നമ്മൾ പറയുകയാണ് ഒരു നിസ്സഹായാവസ്ഥയാണ്. കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് സാർ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ബട്ട് ഐ കാൺട്ട്. ഓക്കെ, ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ബട്ട് ഐ കാൺട്ട്. ഓക്കെ, എങ്ങനെ പറയാം? ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ബട്ട് ഐ കാൺട്ട്. ഇനി പറയണം നീ മസ്റ്റായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, നീ നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയണം. എങ്ങനെ പറയാം? യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് യു മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, നീ മസ്റ്റായിട്ടും ഇംഗ്ലീഷ് പഠിക്കണം. യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ് എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് പറയണം? യു മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയണം. ഇനി പറയുന്നത് ഞാൻ മസ്റ്റായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം. എങ്ങനെ പറയാം? ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഇനി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയണം. നമ്മൾ എന്നുള്ള വാക്ക് ഏതാ? വി മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്, വി മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്, യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഇതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരെണ്ണമാണ് യു നീഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, യു മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ് എന്നുള്ളത് പോലെ തന്നെ പറയണതാണ്. ഒരാളുടെ ലാംഗ്വേജ് ഒക്കെ വളരെ മോശമാണ്, ആ സമയത്ത് നമുക്ക് പറയാം യു നീഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, യു നീഡ് ടു ലേൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കണം, നീ ഇംഗ്ലീഷ് പഠിച്ചാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് പറയണം. എങ്ങനെ? യു നീഡ് ടു ലേൺ ഇംഗ്ലീഷ്.
അപ്പോൾ എനിക്കിനി ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറയാണ് ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വല്ല ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ഫെയിലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇൻ്റർവ്യൂ ഒക്കെ ഫെയിലിയർ ആയിപ്പോയി, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, അപ്പോൾ എന്തായാലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയാം, ഐ മസ്റ്റ് സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയാം, ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയാം. ഇവിടെ നമ്മളൊരു അത്യാവശ്യം പറയാണ് ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, എനിക്ക് അവനെ ഇംഗ്ലീഷ് പഠിക്കണം. ഇത്ര നേരം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ്. ഞാൻ പറയുകയാണ് എനിക്ക് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവനെ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ പറയുകയാണ് എങ്ങനെ ഐ നീഡ് ടു ടീച്ച് ഹിം ഇംഗ്ലീഷ്. ഐ നീഡ് ടു ടീച്ച് ഹിം ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെ പറയാം ഐ നീഡ് ടു ടീച്ച് ഹിം ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു, ഒരു ഫേം ഡിസിഷൻ എടുത്തേക്കാം കേട്ടോ. ഇങ്ങനെ പറയാം ഐ ഹാവ് ഡിസൈഡഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ പറയാം ഐ ഹാവ് ഡിസൈഡഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഇനി ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനൊക്കെ ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം ഐ ആം ട്രൈങ് ടു ലേൺ ഇംഗ്ലീഷ്. ഐ ആം ട്രൈങ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഞാനിങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഐ എം ട്രൈങ് ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് നീയും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എനിക്ക് നീയും ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ്. എനിക്ക് നീയും ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ട് എന്നെങ്ങനെയാണ് പറയാം ഐ വോണ്ട് യു ടു ലേൺ ഇംഗ്ലീഷ്. ഐ വോണ്ട് യു ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഐ വോണ്ട് യു ടു ലേൺ ഇംഗ്ലീഷ്. അങ്ങനെയല്ലേ നമ്മളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ആഗ്രഹം ജനിപ്പിക്കണം. ഐ വോണ്ട് യു ടു ലേൺ ഇംഗ്ലീഷ്. ഐ എം ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് എന്നൊക്കെ പറയും. ഓക്കെ, ഞാൻ ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. ഇത് നമ്മൾ പറയുകയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കേപ്പബിൾ ആണ്, പ്രാപ്തനാണ് എന്ന് പറയണം. എങ്ങനെ പറയാം ഐ എം കേപ്പബിൾ ഇനഫ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെ പറയാം ഐ എം കേപ്പബിൾ ഇനഫ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇതിനോടൊപ്പം പറയണം എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് എല്ലാം അറിയാം എന്ന് പറയണം. ഐ നോ എവറിഥിങ് അബൌട്ട് ഇംഗ്ലീഷ്. ഓക്കെ, ഐ നോ എവറിഥിങ് അബൌട്ട് ഇംഗ്ലീഷ് എന്ന് പറയണം. ഓക്കെ, ഐ നോ എവറിഥിങ് അബൌട്ട് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് എല്ലാം അറിയാം എന്ന് പറയാം. ഞാൻ എന്താ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്? നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ പറയുമ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഞാൻ എന്താ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്? ഇങ്ങനെ ചോദിക്കാം വാട്ട് ഷുഡ് ഐ ലേൺ ഇൻ ഇംഗ്ലീഷ്. എങ്ങനെ ചോദിക്കാം വാട്ട് ഷുഡ് ഐ ലേൺ ഇൻ ഇംഗ്ലീഷ്. ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്? എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എന്ന് പറയും. എങ്ങനെ പറയാം ഹൗ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ്. എങ്ങനെ പറയാം ഹൗ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ്. ഇത് ചോദിക്കുകയാണ് എന്തിനാ ഞാൻ ഇംഗ്ലീഷ് പഠിക്കണേ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ വൈ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ്. വൈ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ്. 3 സെന്റൻസസ് വളരെ കണക്റ്റഡ് ആണ്, 3 ക്വസ്റ്റ്യൻസും വളരെ കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് വാട്ട് ഷുഡ് ഐ ലേൺ ഇൻ ഇംഗ്ലീഷ്, ഹൗ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ്, വൈ ഷുഡ് ഐ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇന്ന് മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. എല്ലാവരും എടുക്കുന്ന ഡിസിഷനാണ് ഞാൻ ഇന്ന് മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് I'll start speaking English from today on. Okay, I'll start speaking English from today on. ഇന്നു മുതൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും. I'll start speaking English from today on. ഇനി ഞാൻ പറയാണ് ഞാൻ ഇംഗ്ലീഷിൽ നല്ലതാണ്, ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഞാൻ ഇംഗ്ലീഷിൽ നല്ലതാണ് എന്ന് പറയണം. ഇങ്ങനെയാണ് അടിപൊളി എക്സ്പ്രഷൻ ഉണ്ട് ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ അടിപൊളിയാണ് എന്ന് പറയണതാണ്. ഇങ്ങനെ ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി ഞാൻ പറയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് ഇംഗ്ലീഷ് ഫിലിംസ് കണ്ടിട്ടാണ്, ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു തുടങ്ങിയത് എന്ന് പറയണം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചത് ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ടാണ് എന്ന് പറയണം. എങ്ങനെയാണ് ഐ ലേൺഡ് ഇംഗ്ലീഷ് ബൈ വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്. ഐ ലേൺഡ് ഇംഗ്ലീഷ് ബൈ വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്. ഓക്കെ, ഇങ്ങനെ പറയാം ഐ ലേൺഡ് ഇംഗ്ലീഷ് ബൈ വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്. എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആരും സഹായിച്ചില്ല, എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആരും സഹായിച്ചില്ല. നോബഡി ഹെൽപ് മീ ടു ലേൺ ഇംഗ്ലീഷ്. എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആരും സഹായിച്ചില്ല എന്ന് പറയണം. എങ്ങനെ നോബഡി ഹെൽപ്ഡ് മീ ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, നോബഡി ഹെൽപ്ഡ് മീ ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ പറയാം ഐ വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയായിരുന്നു എന്ന് പറയണം. എങ്ങനെ ഐ വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി ഞാൻ പറയാണ്
ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട് അല്ലേ? എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തും. പറയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്ന സമയങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതായത് സംസാരിച്ച് ഇപ്പം മിസ്റ്റേക്സ് ഒന്നും വരുത്തുന്നില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ? ഐ യൂസ് ടു മേക്ക് മിസ്റ്റേക്സ് വെൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുത്താറുണ്ടായിരുന്നു. ഐ യൂസ് ടു മേക്ക് മിസ്റ്റേക്സ് വെൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇനി നമ്മൾ അവസാനത്തെ സെന്റൻസിലേക്ക് പോകണം. ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസമുള്ളവനാണ് എന്ന് പറയാണ്. ഇങ്ങനെ ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പം ഇത്രയും സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചത് ബൈ ഹാർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് വലിയ കോൺഫിഡൻസ് കിട്ടും. ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, സെൻറ്റൻസ് മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഒന്നിനെ കണക്ട് ചെയ്ത് അടുത്ത സെൻറ്റൻസസ് നമ്മൾ ബിൽഡ് ചെയ്താണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. പറയാണ് ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെ ഓരോ കോർ ഏരിയാസ് എടുത്തിട്ട് ആ ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് എങ്കിൽ ഈ വീഡിയോ അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. Until then, it's bye from Lintu.